പ്രണയവിവാഹത്തിന്റെ പേരിൽ വയനാട് മാനന്തവാടിയിൽ ദമ്പതിമാർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ഒറ്റപ്പാലം വാണിയംകുളത്തെ വെങ്കിടാചലത്തിനും കുടുംബത്തിനും ചെട്ടിയാർ സമുദായത്തിലെ വിവാഹങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും പങ്കെടുക്കാൻ കഴിയുന്നില്ല. 2012-ൽ വെങ്കിടാചലത്തിന്റെ പിതാവിന്റെ മരണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും ബന്ധുവിനെ ക്ഷണിച്ചതിനാണ് വിലക്ക്. സമുദായത്തിലെ മുതിർന്ന നേതാവിന്റെ മകളെ വിവാഹം കഴിച്ചു നൽകാത്തയാളെ വീട്ടിൽ കയറ്റിയതാണ് സമുദായാംഗങ്ങളെ പ്രകോപിപ്പിച്ചത്. കേന്ദ്ര ചടങ്ങുകൾ നടക്കുമ്പോൾ ചേലക്കരയിൽ നിന്ന് എൻ്റെ ഒരു ബന്ധു വന്നിരുന്നു, എൻ്റെ അമ്മായിയുടെ മകളുടെ മകൻ. അയാൾ വന്നപ്പോൾ ആ ചടങ്ങിൽ നിന്ന് അയാളെ ഇറക്കി വിടണമെന്ന് സമുദായ നേതാക്കൾ ആവശ്യപ്പെട്ടു. നമ്മൾ നേരത്തെ വിളിക്കുന്നതിന് മുമ്പ് വിളിക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ പോയി ചെന്ന് വിളിച്ച് വന്ന ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ ചടങ്ങ് നടക്കുമ്പോൾ ഇറക്കി വിടണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അടുത്ത ബന്ധു കൂടിയായ അയൽവാസി മുരുകൻ ചെട്ടിയാർ മരിച്ചിട്ടും ഒന്ന് കാണാൻ കൂടി സമുദായ നേതാക്കൾ അനുവാദം നൽകിയില്ല. സംസ്കാര ചടങ്ങുകൾ വീക്ഷിക്കാതിരിക്കാൻ തുണികെട്ടി വീട് മറയ്ക്കുകയും ചെയ്തു. ൽ അന്നത്തെ മുഖ്യമന്ത്രിക്കടക്കം നിരവധി പരാതികൾ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും വെങ്കിടാചലം പറയുന്നു. ഈ സംഭവങ്ങളൊക്കെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളൊക്കെ എനിക്ക് വളരെ അടുത്തറിയുന്ന ആളുകളും എന്നെ അറിയുന്ന ആളുകളാണ്. പക്ഷേ ആരും ഇതുവരെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ. കാരണം എൻ്റെ വീട്ടിൽ മൊത്തം എല്ലാവരും പാടെ വോട്ട് ചെയ്താൽ തന്നെ 14 വോട്ടേ ഉള്ളൂ. ഊരുവിലക്ക് മാറിക്കിട്ടുന്നതിന് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ് വെങ്കിടാചലവും കുടുംബവും. റിപ്പോർട്ടർ, പാലക്കാട്.